ആദ്യം ചാണ്ടി ഉമ്മനെ തഴഞ്ഞു, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെയും. കോൺഗ്രസിൽ പുതിയ വിവാദമായി ഉമ്മൻചാണ്ടിയുടെ സ്മാരകം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മാരകം പ്രഖ്യാപിക്കുമെന്നാണ് അണികളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും കരുതിയിരുന്നത്. എന്നാൽ ബജറ്റ് പുറത്തു വന്നപ്പോൾ സ്മാരക പ്രഖ്യാപനം ഉണ്ടാകാത്തതിൽ അണികൾക്കിടയിൽ വലിയ അമർഷമാണ് ഉയരുന്നത്. സംസ്ഥാന ബജറ്റിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിവാദം പുകയുകയാണ്. മന്ത്രിസഭയിലേക്ക് പ്രവേശനമുറപ്പിച്ചിരുന്ന ചാണ്ടി ഉമ്മന്റെ പേര് അവസാന നിമിഷം തഴയപ്പെട്ടതിന് പിന്നാലെയാണ് ആദ്യ ബജറ്റിൽ ഉമ്മൻചാണ്ടിയുടെ സ്മാരകവും തഴയപ്പെട്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മനെ ഒതുക്കിയതുപോലെ ഉമ്മൻചാണ്ടിയുടെ സ്മാരകവും ഒഴിവാക്കപ്പെട്ടു എന്ന പൊതുവികാരം കോൺഗ്രസിൽ പുകയുകയാണ്. മന്ത്രിസഭയുടെ മധുവിധ നാളുകളിൽ തന്നെ കോൺഗ്രസിൽ ഇത് പുതിയ പോരിന് കാരണമായി മാറുവാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ മുൻമന്ത്രി കെ.ആർ. ഗൗരിയമ്മ, നടൻ സലിംകുമാർ, ഗായകൻ ഉമ്പായി എന്നിവരുടെ പേരിൽ സ്മാരകങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ ജോൺസൺ മ്യൂസിക് അക്കാദമിയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പേരിൽ സാംസ്കാരിക കേന്ദ്രവും ബജറ്റിൽ ഇടം പിടിച്ചു. ഇവർക്കുള്ള സ്ഥാനം പോലും ഉമ്മൻചാണ്ടിക്ക് വി.ഡി. സതീശൻ നൽകിയില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മാത്രമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഈ ഇൻഷുറൻസ് പദ്ധതി തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗം മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിഷയത്തിൽ പ്രതികരണവുമായി ഉമ്മൻചാണ്ടിയുടെ മകനും ജനപ്രതിനിധിയുമായ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. സർക്കാരിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും എന്നാൽ ജനങ്ങൾക്ക് അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പണിയുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവശ്യമായ പരിശോധനകൾ നടത്തുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് CPMന്റെ ശ്രമം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മാരകം പ്രഖ്യാപിക്കാത്തതിലൂടെ കോൺഗ്രസിന്റെ യഥാർത്ഥ നിലപാടാണ് വ്യക്തമാകുന്നതെന്ന് CPM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് P. വർഗീസ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ആദ്യമായി സ്മാരകം പണിതത് മുമ്പത്തെ പിണറായി സർക്കാരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതുപ്പള്ളിയിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ അന്നത്തെ LDF ഭരണസമിതിയാണ് തീരുമാനിച്ചത്. ഇതിനായി മുഖ്യമന്ത്രി ഇടപെട്ട 50 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 75 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഇതിന്റെ പണി പൂർത്തിയാകാറായിട്ടുണ്ട്. ഇതിനു പുറമെ പുതുപ്പള്ളിയിലെ ഒരു പ്രധാന റോഡിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയതും LDF സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മാരകം നിർമ്മിക്കുവാനുള്ള തീരുമാനം ബജറ്റിൽ ഉൾപ്പെടുത്താതിരുന്നതിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ അമർഷം രൂപപ്പെടുന്നുണ്ട്. ചാണ്ടി ഉമ്മനെ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് ഉമ്മൻചാണ്ടിയുടെ സ്മാരകം പ്രഖ്യാപിക്കാതിരുന്നത് എന്ന തലത്തിൽ വരെ ചർച്ച ഉയരുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തോടെ കോൺഗ്രസിൽ വന്നു ചേർന്നിരുന്ന ഐക്യം തകരാൻ ഇത് കാരണമാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വി.ഡി. സതീശനെതിരെ പാളയത്തിൽ പട ഒരുക്കാനിരിക്കുന്നവർക്ക് വീണ് കിട്ടിയ ആയുധം കൂടിയാണ് ഈ സ്മാരക വിഷയം.